ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ്സായ 6ാമത്തെ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പദം. ശരിയായ പദം നമ്മളിതിൽ ശരിയായ പദം എന്ന് പറയുന്നത് വൃഷ്ടിയാണ്. എന്താണ്? വൃഷ്ടി. ഇഷ്ടി. വൃഷ്ടിയാണ് ശരിയായ പദം. ആ വാക്ക് നിങ്ങൾ നോക്കി വെച്ചേക്കിനെ, വൃഷ്ടി. ഇതിൽ നമുക്ക് തിരിച്ച് ഈ ഡായുടെ സ്ഥാനത്ത് മറ്റേ ഓ പോലത്തെ ഡാ, 0 ഡാ ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നോക്കി വെച്ചേക്കാണ്. പിന്നെ ഈ പരം ഈ വ്രാ തരാറുണ്ട്. ഇങ്ങനത്തെ ഒരു ചിഹ്നം ഇട്ടിട്ട് ഇതും തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വെച്ചാൽ വൃഷ്ടി. അടുത്തത് സമൃദ്ധം. സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? വിവൃതം. എന്താണ്? സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? വിവൃതം. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീലിംഗ പുല്ലിംഗ ജോഡിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതിൽ സ്ത്രീലിംഗ പദം വിദ്വാൻ. പുല്ലിംഗം ഏതാണ്? വിദുഷി. എന്താണ്? വിദ്വാൻ, വിദുഷി. പത്നി, പതി. മകൻ, മകൾ. ലേഖകൻ, ലേഖിക. എന്താണ്? വിദ്വാൻ, വിദുഷി, പത്നി, പതി, മകൻ, മകൾ, ലേഖകൻ, ലേഖിക. ഓക്കെ, ഇതിൽ നമ്മൾ ലേഖക എന്നൊക്കെ തന്നെ പറഞ്ഞു തരും. പക്ഷേ ആൻസർ എന്താണ്? ലേഖിക. എന്താണ്? ലേഖിക. ലേഖകൻ, ലേഖിക. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഒഴിച്ചുകൂടാനാവാത്തത്. ഒറ്റപ്പദം ഏതാണ്? അത്യന്താപേക്ഷിതം. എന്ന് ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏതാണ്? അത്യന്താപേക്ഷിതം. എന്ന് ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏതാണ്? അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ അധികം ആൾ, അയാൾ. എന്താണ്? ചേർത്തെഴുതുക. ആ അധികം അയാൾ. ഈ ആ നമ്മൾ ആ ചിഹ്നത്തിൽ അയാൾ. ഇത് വെറും ഈ ആയും യൂസ് ചെയ്ത് അതിൽ ഈ ആയും ആ അടയാളം ചേർന്ന് എന്നിട്ട് ഈ ഇല്ല അത് എവിടെ വന്നു? ഓക്കെ, അതാണ് ചേർത്തെഴുതുക. ആ അധികം ആൾ, അയാൾ. എന്താണ്? ആ അധികം ആൾ. എന്താണ്? അയാൾ. അടുത്ത അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ആ ലിംഗ ബഹുവചനം, അതായത് ലിംഗം നമുക്ക് അറിയാൻ പറ്റാത്ത വാക്കുകളെയാണ് അലിംഗ ബഹുവചനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ലിംഗം. ലിംഗം എന്ന് വെച്ചാൽ ആൺ പെണ്ണ് തിരിച്ചറിയാൻ സാധിക്കാത്ത പദങ്ങളെയാണ് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ അലിംഗ ബഹുവചനം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ആൺമക്കൾ എന്നൊരു ഓപ്ഷൻ തന്നെന്ന് വിചാരിച്ചോ PSC എക്സാമിന്. അപ്പോൾ ആൺമക്കൾ, അതിൽ ആണെന്ന് പറയുന്നത് നമുക്ക് ലിംഗമല്ല, ആൺകുട്ടിയാണ്. അപ്പോൾ അത് നമുക്ക് അലിംഗമായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പം നമുക്ക് ലിംഗം അറിയാൻ പറ്റാത്ത വചനങ്ങളെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പണിക്കർ, മക്കൾ ആണുമുണ്ട് പെണ്ണുമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മക്കൾ എന്നതിൽ പറഞ്ഞിട്ടുള്ളൂ. ഭാരതീയരിൽ ആരൊക്കെ വരും? സ്ത്രീ വരും, പുരുഷൻ വരും, കൊച്ചു കുട്ടികൾ വരും. അപ്പോൾ നമുക്ക് അതറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഭാരതീയർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അതാണ് അലിംഗ ബഹുവചനം. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പണിക്കർ, മക്കൾ, ഭാരതീയർ. എന്താണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? പണിക്കർ, മക്കൾ, ഭാരതീയർ. ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഗാത്രം, മേനി, കായം, വപുസ്. എന്താണ്? ശരീരം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഗാത്രം, മേനി, കായം, വപുസ്. എന്താണ്? ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഗാത്രം, മേനി, കായം, വപുസ്. അടുത്ത ക്വസ്റ്റ്യനാണ്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അത്യധികം വിഷമിക്കുക. ചക്രശ്വാസം വലിക്കുക, അതായത് നമ്മൾ അത്യധികം വിഷമിക്കുക എന്നാണ് ചക്രശ്വാസം, അതായത് അത്യധികം വിഷമിക്കുക എന്നാണ് ആ വാക്കിൻ്റെ മീനിങ്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അത്യധികം വിഷമിക്കുക. അടുത്തതാണ് പിരിച്ചെഴുതുക. അത്യന്തം എന്നാണ്. അധികം, അന്തം. അത്യന്തം എന്ന് പിരിച്ചെഴുതുക. എന്താണ്? അത്യന്തം. അതെങ്ങനെ പിരിച്ചെഴുതും? അധികം, അന്തം. അത്യന്തം എന്തൊക്കെയാണ്? അധികം, അന്തം. അടുത്ത് പ്രിയാമ്പിൾ. ശരിയായ മലയാള പരിഭാഷ ഏതാണ്? ആമുഖം. പ്രിയാമ്പിളിൻ്റെ ശരിയായ മലയാള പരിഭാഷ ഏതാണ്? ആമുഖം. അപ്പം നമുക്കൊന്നും കൂടെ ഒന്നുകൂടെ പറയാമേ. ശരിയായ പദം വൃഷ്ടി. കണ്ടല്ലോ, ആ വൃഷ്ടിയുടെ വാക്ക് കണ്ടല്ലോ. അടുത്ത സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? വിവൃതം. അതിന് സ്ത്രീലിംഗം പുല്ലിംഗമാണ്. വിദ്വാൻ, വിദുഷി. പത്നി, പതി. മകൻ,
മകൾ, ലേഖകൻ, ലേഖിക. അടുത്തത് ഒഴിച്ചുകൂടാനാവാത്തത്. ഒറ്റപ്പദം ഏതാണ്? അത്യന്താപേക്ഷിതം. അടുത്ത് ചേർത്തെഴുതുക. ആ അധികം ആൾ, അയാൾ. അടുത്ത അലിംഗ ബഹുവചനം ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പണിക്കർ, മക്കൾ, ഭാരതീയർ. അടുത്ത ശരീരം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ഗാത്രം, മേനി, കായം, വപുസ്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അത്യധികം വിഷമിക്കുക. അടുത്ത് പിരിച്ചെഴുതുക. അത്യന്തം, അതി, അധികം, അന്തം. അടുത്ത് പ്രിയാമ്പിൾ. ശരിയായ മലയാള പരിഭാഷ ഏതാണ്? ആമുഖം. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നിങ്ങൾ 1 മുതൽ ഉള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വരുന്ന PSC ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറിക്കൂടാൻ സാധിക്കുകയും ചെയ്യും ഈ ക്ലാസ് വഴി. അതിലെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന പോയിൻറ്റ്സുകളാണ് ഇതിലെല്ലാം വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ അതിന് റിപ്ലൈയും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലാസ് നമുക്ക് സ്ഥിരമായിട്ട് കാണുമ്പോഴും നമുക്ക് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മടുപ്പ് അനുഭവപ്പെടും. എങ്കിലും നമുക്ക് ജോലി നമ്മൾ മുന്നിൽ കണ്ട് പഠിക്കുക. നമുക്ക് വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി വാങ്ങിക്കാൻ സാധിക്കണം ഈ വീഡിയോ വഴി. മാക്സിമം നിങ്ങളിത് പഠിച്ച് മുന്നേറുക തന്നെ ചെയ്യുക. ഈ വീഡിയോകൾ മാക്സിമം കാണുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക്